സ്വയം നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി എല്ലാവരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുക, അവരെ സംബന്ധിച്ച് താല്പര്യമുണ്ട്. അവരുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്? വളരെ വ്യാപകമായി സമൂഹത്തെ തട്ടിപ്പിനിരയാക്കാൻ സംഘടിതമായ ശ്രമം നടത്തി. നിർഭാഗ്യവശാൽ പാവങ്ങളായ പലർ ഇതിനെ സംബന്ധിച്ച് തെറ്റായി ധരിച്ചു. ഏതായാലും അതിന് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട കേസുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഹേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടക്കുകയും ഒരു കേസിൽ എനിക്ക് തോന്നുന്നു കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ സർക്കാരിൻ്റെ പൊസിഷൻ വളരെ ക്ലിയറാണ്. സർക്കാരിനെ അപവാദ പ്രചരണങ്ങൾ കൊണ്ട്, ആക്ഷേപങ്ങൾ കൊണ്ട് വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ താറടിച്ച് അപമാനിച്ച് ഇറക്കിവിടാമെന്ന് പ്രതിപക്ഷമോ ഇടതുമുന്നണിയോ മദ്യമുതലാളിമാരോ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന് കേരളം അനുവദിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ് അതിന് അനുവദിക്കില്ല. കേരളത്തിലെ UDF അതിന് അനുവദിക്കില്ല.